എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കുറച്ചധികം സന്തോഷത്തോടു കൂടിയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഇന്നലെ നമ്മുടെ തോക്കില്ലമ്മോൾ കുറച്ച് ഉടായ്പ ചളുക്ക് പുളുക്ക് ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് ന്യായീകരണം എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇച്ചിരി കൂടി പോകുമെന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ, എല്ലാവരുടെയും മനസ്സിൽ നിന്ന് അത് പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം ഇതുവരെ കണ്ട ഒരു എലിസബത്ത് ഉദയൻ ആയിരുന്നില്ല ഇന്നലത്തെ വീഡിയോയിൽ. അതായത് നമ്മളൊക്കെ അങ്ങ് കരഞ്ഞ് ഒരു വശം കെട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് 2-3 ഏങ്ങലടി കഴിഞ്ഞിട്ട് ആഹാ ഇനി കാണിച്ചു തരാം എന്ന് വിചാരിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു മൊമെന്റിൽ ഒന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ അതുപോലെ ഒരു സാഹചര്യം എനിക്കുണ്ടായി. അതായത് ഗതി കെട്ടാ പുലി പുല്ലും തിന്നും എന്നുള്ള പഴഞ്ചൊല്ലൊക്കെ ഇട്ടുണ്ടാവുമല്ലോ. അപ്പം ഏതോ ഒരു മൊമെന്റിൽ ഗതി കെട്ട് കഴിഞ്ഞിട്ട് എവിടുന്നോ ഒരു എനർജി സേവ് ചെയ്തിട്ട് ആഹാ എങ്കിലും എനിക്ക് അതൊന്ന് കാണണമല്ലോ. ന്യായമുള്ളവന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ഗതി കെട്ട് കഴിഞ്ഞിട്ട് ന്യായമുള്ളവന് കിട്ടുന്നൊരു എനർജിയാണത്. മനസ്സിലായില്ലേ? ആ ഒരു എനർജിയോട് കൂടിയായിരുന്നു ഇന്നലെ ഡോക്ടർ എലിസബത്ത് ഉദയൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഡോക്ടർ എലിസബത്ത് ഉദയൻ നിയമപരമായിട്ട് പോകും, ഒറ്റയ്ക്ക് തന്നെ പോകും. നമ്മളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ അതല്ല പറഞ്ഞേ, വിൽ പവറിന്റെ കാര്യത്തിലാണ് കേട്ടോ. അത്രത്തോളം ബോൾഡ് ആയിട്ടൊരു പെൺകുട്ടിയാണ്. ബോൾഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ്. സാഹചര്യങ്ങൾ അവളെ ബോൾഡ് ആക്കിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ കടന്നു പോകും. ഏതൊരു സിനിമയിലെ ഡയലോഗാന്ന് തോന്നുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ എലിസബത്ത് ഉദയൻ ലോകത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന പെൺകുട്ടി ആയിരിക്കത്തില്ല, നെഞ്ചും വിരിച്ചു നിൽക്കും. ഇതല്ല, ഇതിനപ്പുറം കണ്ടവളാണ് ഞാൻ, ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോരെ എന്നുള്ള രീതിയിൽ. അതെനിക്ക് 100% ഉറപ്പായി. അപ്പോൾ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇട്ട വീഡിയോയിൽ കുറേ കാര്യങ്ങൾ എന്നെ സ്ട്രൈക്ക് ചെയ്തു. അതിൽ ചിലത് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കെ. അന്ന് എനിക്ക് 5000 ഫ്രണ്ട്സും 16,000 ഫോളോവേഴ്സും ഉണ്ടായിരുന്നു എൻ്റെ ആ ഫേസ്ബുക്ക് പ്രൊഫൈല്. ആ പ്രൊഫൈല് പുള്ളിയുടെ ഒപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്, ഇപ്പൊ അതിനെ എന്ത് പേര് വിളിക്കണം എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് പുള്ളി തന്നെ ആ എന്റെ പ്രൊഫൈല് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ പ്രൊഫൈൽ ഇപ്പൊ ഇല്ല. അതിലാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പ്രൊഫൈലിലാണ്. ഇതിലാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം. അതായത് ചില രോഗങ്ങൾ, അത് രോഗങ്ങളെ കുറിച്ച് പറയുമൊന്നുമല്ല, ആരും ഇതിനെ തെറ്റിദ്ധരിക്കരുത്, പ്ലീസ് പോസിറ്റീവായിട്ട് എടുക്കണം കേട്ടോ. ചില രോഗങ്ങളിൽ സിംറ്റംസ് ഒക്കെ ഒരുപോലെ വരും. ഇപ്പൊ കോവിഡ് ഒക്കെ നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സിംറ്റംസ് ഒക്കെ പല രീതിയിലായിരുന്നു ആളുകൾക്ക് വന്നത്. ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള, ഞാൻ അനുഭവിച്ച കുറെ കാര്യങ്ങളായിരിക്കില്ല നിങ്ങളൊക്കെ അനുഭവിച്ചത്. കോവിഡ് പോസിറ്റീവ് ആയിട്ടും ഇപ്പോഴും നല്ല ജില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കോവിഡ് എഫക്ട് ആയതിനു ശേഷം അയ്യോ ഞങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അതുപോലെ ചില രോഗങ്ങൾക്ക് സിംറ്റം ഒന്നായിരിക്കും എന്ന് എന്നെ തോന്നിപ്പിച്ചൊരു കാര്യമാണിത്. അതായത് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള മനുഷ്യന്മാരെല്ലാം ഇവർ ആദ്യം ചെയ്യുന്ന ഇവരുടെ പങ്കാളികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പിടിച്ച് ഡിലീറ്റ് ചെയ്യും. വെറുതെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അതിനകത്തുള്ള ഫ്രണ്ട്സിനെ ഓരോന്നോരോന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഇവരുടെ അനുവാദമില്ലാതെ ഈ ഒരു സോഷ്യൽ മീഡിയ പിടിച്ച് ഡിലീറ്റ് ചെയ്യും. ഫേസ്ബുക്ക് എങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എങ്കിൽ ഇൻസ്റ്റഗ്രാം. എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമേ, സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നേ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ എല്ലാവരിലും ഉണ്ടല്ലോ. അന്ന് അവർ എന്നായിരിക്കും പിടിച്ച് ഡിലീറ്റ് ചെയ്യുന്നത്? അപ്പൊ ഈ പെൺകുട്ടികൾ ഇരകൾ എന്താ വിചാരിക്കുന്ന അറിയാമോ? അയ്യോ പോസിറ്റീവ്നെസ്, നമ്മൾ വേറെ ആരോടും മിണ്ടുന്നത് ഇഷ്ടമല്ല. ശരിക്കും അവർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു സൊസൈറ്റിയുമായിട്ടുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേറ്റീവ്സുമായിട്ട് ഉള്ള അടുപ്പം, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങളെ പിടിച്ച് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാദ്യം പെൺകുട്ടികൾ മനസ്സിലാക്കണം. ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പെട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ പെട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ കേൾക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പിടിച്ച് നീ ഇത് യൂസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാത്തിലും ആക്റ്റീവ് ആയിരിക്കും. ഈ മിസ്റ്റർ ബാലന്റെ കാര്യമാണെങ്കിലും ഈ പെൺകുട്ടിയുടെ 16,000ഓളം ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ പിടിച്ച് ഡിലീറ്റ് ചെയ്ത സമയത്ത് പുള്ളിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്കിൽ കൂടെയാണല്ലോ ചാരിറ്റി. യൂട്യൂബ് ചാനലുണ്ട്, മനസ്സിലായില്ലേ? ഇൻസ്റ്റഗ്രാം ഉണ്ട്. പക്ഷേ പങ്കാളികളൊന്നും ചെയ്യരുത്. അപ്പൊ പങ്കാളികൾ വിചാരിക്കും ഇത് നമ്മുടെ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ്, പൊസസീവ്നെസ് ആണ്. ഞാനെന്ന് പറഞ്ഞ ചേട്ടന് പൊസസീവ്നെസ് ആണ്. ശരിക്കും അവർ ചെയ്യുന്നത്, അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ സൊസൈറ്റിയുമായിട്ട് നിങ്ങൾ മിങ്കിൾ ആവരുത്, നിങ്ങളുടെ റിലേറ്റീവ്സുമായിട്ട് നിങ്ങൾ ഇടപെടരുത്, നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു, ഇവർ ചെയ്യാൻ പോകുന്ന പ്രവർത്തികളൊന്നും നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. അതായത് ചുറ്റുപാടുകളിൽ നിന്നും നിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നൊരു സംഗതിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത് കാണുകയാണെങ്കിലും ഉള്ളിലെങ്കിലും നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഇനി മറ്റൊരു കാര്യം കൂടെ ഒന്ന് കേട്ട് നോക്ക്. ഇതൊക്കെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഹരിശ്രേഷൻ ചോദിക്കുന്നതാണെങ്കിൽ എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടുണ്ടോ എന്നുള്ളൊരു ലെവലിലോട്ടൊക്കെ മാറിപ്പോയി. ഇതൊന്ന് കേട്ട് നോക്ക് കേട്ടോ.
കാര്യങ്ങളൊക്കെ ആ പ്രൊഫൈലിലാണ്. മാത്രമല്ല അന്നുണ്ടായിരുന്ന എന്റെ ഫോണ് പുള്ളി എറിഞ്ഞു പൊട്ടിച്ചു. ആ സിമ്മ് പുള്ളി നാശാക്കി. ആ നമ്പർ ഇപ്പൊ വേറെ ആക്കാനില്ല. അതൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ ഇനിയിപ്പോ അതിന്റെ അതായത് ആള് ചെറിയ പുള്ളിയൊന്നും അല്ല. പുള്ളിയുടെ കയ്യിലിരിപ്പ് ഞാനിങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു പോയി. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ഇത് കേട്ടപ്പോൾ. ചാരിറ്റി എന്നുള്ള പേരിൽ എത്ര താഴ്മയോട് കൂടിയാണ് സംസാരിക്കുന്നത്. പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നു, ഷർട്ട് ഊരി കൊടുക്കുന്നു, പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു, സ്വന്തം വീട്ടിൽ ഭാര്യയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്നു. അതും ഈ പെൺകുട്ടി വാങ്ങിച്ചതോ അല്ലെങ്കിൽ ഇവളുടെ പാരൻസ്. കാരണം ഇവൾ പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ, MBBS സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ. അത് പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴാണല്ലോ ഈ ഒരു വലിയ ദുരന്തത്തിലോട്ട് പോയി ചാടിയത്. അപ്പം ഇവളുടെ വീട്ടുകാർ വാങ്ങിച്ചു കൊടുത്ത ഫോണാണ്. അപ്പം അത് എറിഞ്ഞ് വീട്ടിലുള്ള ഭാര്യയുടെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ടാണ് പുറത്തെല്ലാവർക്കും ചാരിറ്റി നടത്തുന്നത്. ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചതും പോരാ, അതിൽ കിടന്ന സിമ്മ് കൂട്ടുകാർക്കാർക്ക് കൊടുത്തേക്കുക. ഒരു സിം എടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു നിയമം വെച്ച് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ID പ്രൂഫ് ഒക്കെ കൊണ്ട് കാണിച്ചിട്ട് ഒരു ഫോട്ടോ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നമ്മുടെ ലൈഫ് ഫോട്ടോ വേണം. നമ്മളെ ഭിത്തിയിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് അവർ ഫോട്ടോ എടുക്കും. കാരണം അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്. ആൾക്ക് സ്വന്തമായിട്ട് ഇപ്പം എനിക്ക് ഒരു സിം വേണമെങ്കിൽ ഞാൻ തന്നെ ചെല്ലണം. അങ്ങനെ നിയമമുള്ളിടത്താണ് ഇങ്ങനെ ഒരു നിയമം പുതിയതായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഭാര്യയുടെ ഫോൺ എറിഞ്ഞു പൊടിച്ചിട്ട് അതിൽ കിടന്ന സിം എടുത്ത് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക. ആ ആള് ആ സിമ്മും കൊണ്ട്, അതായത് ആ ഒരു ഫോൺ ആ സിം ഉപയോഗിച്ച് എന്ത് ക്രിമിനൽ ഒഫൻസ് ചെയ്യുവാണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ വരുന്നത് ഡോക്ടർ എലിസബത്തിന്റെ വീടിന്റെ വാതിക്കെ. കൊള്ളാം. ഉഡായിപ്പെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഉഡായിപ്പിന്റെ അങ്ങേ അറ്റമാണ്. ഇനി അടുത്തൊരു കാര്യം, ഇന്നലെ തോക്കില്ല മോൾ തോക്കുള്ള അണ്ണൻ പറഞ്ഞത് കേട്ട് ഒരു ഉഡായിപ്പ് തട്ടിപ്പൊളിപ്പ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എലിസബത്ത് 15 വർഷമായി ഡിപ്രഷനുള്ള മെഡിസിൻ, എന്തിനോ ഉള്ള മെഡിസിൻ എടുക്കുകയായിരുന്നു. അതായത് നമ്മളെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പൊട്ടരാക്കണമല്ലോ, ഇവർക്ക് രണ്ടുപേർക്കും ഇത് മാത്രമേ ഉള്ളൂ ചിന്ത. അപ്പോൾ അതും കാറ്റിൽ പറത്തിക്കൊണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ. എന്തെങ്കിലും പറയുമ്പോ കറക്റ്റ് ആയിട്ട് പറയണ്ടേ. എന്ത് മരുന്നാണ് കഴിക്കുന്നത്? 15 വർഷമായിട്ട് എന്ത് മരുന്നാ കഴിക്കണേന്ന് നിങ്ങൾ എനിക്ക് തെളിവ് തരുവാണെങ്കിൽ നന്നായി. ഞാൻ 15 വർഷമായിട്ട് ഇപ്പൊ കഴിക്കണ സാധനം എന്ന് പറഞ്ഞാൽ പനിക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, വയറ് വേദനയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും, വയറിളക്കത്തിന് കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ ഉള്ള മരുന്നുകൾക്കൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് പറയേണ്ടതാണ് എന്ത് മരുന്നാ കഴിച്ചതെന്ന്. അതായത് ബ്രോഡ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന് 15 വർഷമായിട്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖം വരില്ലേ 15 വർഷമായിട്ട്. ഞാൻ ഇപ്പൊ അടുത്താണ് ഡിപ്രഷന്റെ മരുന്നുകൾ കഴിക്കണേ. 15 വർഷമായിട്ട് എന്ത് മരുന്നാണ് ഞാൻ കഴിച്ചതെന്ന്, അതായത് നമ്മൾ വീഡിയോയിൽ ഒരാളിനെ നിന്റെ എന്നിട്ടാണ് ഡ്രാമ മൊത്തം പൊളിക്കുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഇട്ട വീഡിയോ ആണല്ലോ. അപ്പൊ എന്തും മരുന്നാ കഴിക്കണേന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇത് മാത്രമല്ല, ഞാൻ കുറെ ചോദ്യങ്ങൾ പല വീഡിയോകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതിനൊന്നും ആൻസർ ഇല്ല. പിന്നെ ഇന്റെ ക്യാരക്ടർ അസാസിനേഷനും ഇന്റെ മെന്റൽ പ്രോബ്ലം ഒക്കെയാണ് ഇവിടെ അവരിക്കണേ. ഓക്കെ, എന്നാലും അപ്പോൾ ഇതും ഡോക്ടർ എലിസബത്ത് വ്യക്തമായി തന്നെ ഇതിന് റിപ്ലൈ ചോദിക്കുന്നുണ്ട്. റിപ്ലൈ കൊടുക്കണം, തൊക്കിലെ ചേച്ചിന് റിപ്ലൈ കൊടുത്തേ പറ്റൂ. അതായത് ഇതിന് ശേഷം ഡോക്ടർ എലിസബത്ത് പറയുന്നുണ്ട്, ഇപ്പം ആൾക്ക് 31 വയസ്സ്. അപ്പോൾ 31 വയസ്സെന്ന് പറയുമ്പോൾ 15 വർഷങ്ങൾക്ക് മുന്നേ 16 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ്. ആ സമയം മുതൽ ഒരു കുട്ടി ഡിപ്രഷന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടെന്നോ, അത്രമാത്രം സിവിയർ ഡിപ്രഷൻ സ്റ്റേജിൽ ഒരു പെൺകുട്ടി MBBS ഒക്കെ ഒരു സപ്ലി പോലും ഇല്ലാതെ മിടുക്കിയായി പഠിച്ച് ഈ ഒരു നിലയിൽ എത്തുക, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ദുരന്തത്തിൽ പോയി ചാടിയിട്ട് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള മനുഷ്യനാണെന്ന് തിരിച്ചറിയുകയും അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് പുള്ളിക്കാരത്തെ മാറുക. ഡിപ്രഷൻ പുള്ളിക്കാരത്തെ ആ ഒരു സംഭവത്തിലൂടെയാണ് അലർട്ട് ചെയ്തെങ്കിലും അതിൽ നിന്ന് മാറണം എന്നുള്ളൊരു തിരിച്ചറിവ് അവൾക്കുണ്ടെങ്കിൽ അവൾക്ക് ആ സമയത്തൊന്നും പ്രത്യേകമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് തോന്നുന്നില്ല. മനസ്സിലായോ? അതായത് ഈ കീ കൊടുക്കുന്ന ആള് പറഞ്ഞു തരുന്ന എല്ലാ വിഡ്ഢിത്തരങ്ങളും കേട്ട് തിരിച്ചറിവില്ലാതെ സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് നന്നായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നന്നായിരിക്കും. ഇപ്പൊ എലിസബത്ത് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എലിസബത്ത് വയറിളക്കത്തിനുള്ള ഗുളിക, പിന്നെ ഈ തൊണ്ടവേദന, പനി, ഞാനൊക്കെ എങ്ങനെയാണ്, ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-12 വയസ്സ് മുതൽ ടോൺസിലൈറ്റിസ് ഭയങ്കരമായിട്ട് എൻ്റെ വീഡിയോസിൽ മിക്കവരും എന്താണ് ത്രോട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ ത്രോട്ടിൽ തൈറോയിഡ് ഉണ്ട്, അത് സർജറി ഒന്നും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. സർജറി ഒക്കെ ചെയ്യുന്ന എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് പോകാറില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും ഹസ്ബൻഡ് അടുത്ത് പറയാറുണ്ട്, പണ്ട് മുതലേ എന്നെ എല്ലാ ആഴ്ചയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ടോൺസിലൈറ്റിസ് കാരണം. ഇതൊക്കെയാണ് ഈ ഒരു രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഡിപ്രഷനുള്ള മെഡിസിൻ എന്നൊക്കെ ആക്കി വെക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ചാരിറ്റി ചെയ്ത ആളുകൾ ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമായിട്ടുള്ള ഒരു കാര്യം ഡോക്ടർ എലിസബത്ത് പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കാം കേട്ടോ. വരില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ചില ആൾക്കാര് 10ാം ക്ലാസ്സിലത്തെ എക്സാമും അതുപോലെ തന്നെ +1 +2 എക്സാമും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് എക്സാം എഴുതി പാസ്സായി എന്നൊക്കെ ഭയങ്കര അഹങ്കാരത്തിൽ വിളിച്ചു പറഞ്ഞ ആൾക്കാരനെ എനിക്കറിയാം. അവർക്കൊന്നും ഈ പരീക്ഷ എഴുതി ജയിച്ചതിന്റെ വില മനസ്സിലാവില്ല എന്ന് നന്നായിട്ട് അറിയാം. എന്നോട് ഈ പറഞ്ഞ ആക്ടർ തന്നെയാണ് പറഞ്ഞോണ്, പുള്ളി എക്സാമിന്റെ സമയത്ത് പുള്ളിയുടെ ഫാദർ എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് പുള്ളിക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അവിടെ നിന്നാണ് പുള്ളി പറഞ്ഞത്, നമുക്കൊക്കെ കിട്ടാണ്ട് എങ്ങനെയാന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇത് കേട്ട് എന്താ തോന്നുന്നേ? ഇത്ര നാൾ നമ്മളൊക്കെ പറഞ്ഞു കേരളത്തിൽ വന്ന് കേരളത്തിലെ നിയമ സംഹിതകളെയൊക്കെ പുള്ളി ബ്രേക്ക് ചെയ്തിട്ട് കുറെ തെറ്റുകൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ വിളിച്ചു കൂവിയ നമ്മളൊക്കെ ആരായി? മണ്ടന്മാരായി. പുള്ളി ഇവിടെ മാത്രമല്ല, അവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ വരെ ബ്രേക്ക് ചെയ്തിട്ടാണ് പുള്ളി ഇവിടെ വന്നത്. അപ്പോഴാണ് ഇവിടെ വന്നിട്ട് 10th ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചോർത്തി പുള്ളിയുടെ ഫാദർ പുള്ളിക്ക് കൊടുക്കുമായിരുന്നത്രേ. ആ ക്വസ്റ്റ്യൻ പേപ്പർ തലേ ദിവസം ഇരുന്ന് കാണാതെ പഠിച്ച് പുള്ളി മാർക്ക് വാങ്ങിച്ചായിരുന്നു. അപ്പൊ നിങ്ങൾ മറ്റൊരു കാര്യം ഓർക്കണം, ഇദ്ദേഹം അല്ലേ ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്ന് പറഞ്ഞ ഏതോ ഒരു ചളുക്ക് യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്തു എന്ന്. അപ്പോ എനിക്ക് പുച്ഛം തോന്നി എന്നോട്. കാരണം കേരളത്തിലെ നിയമ സംഹിതകളെ ബ്രേക്ക് ചെയ്തിട്ട് എല്ലാരെയും പറ്റിച്ചു നടക്കുന്ന മനുഷ്യൻ എന്നൊക്കെ ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും ഇതുപോലെ കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടാണ് പുള്ളി ഇവിടെ വന്ന്, അതായത് തമിഴ്നാട്ടിൽ ട്രയലായിരുന്നു, ഇവിടെ വന്ന് പുള്ളി ഇത് പ്രാവർത്തികമാക്കി. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ വരെ ബ്രേക്ക് ചെയ്തു. ഇവിടെ വന്നിട്ട് പുള്ളി സകലതും. അപ്പോ നമുക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത്, ചെറിയ മനുഷ്യനൊന്നുമല്ല കേട്ടോ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഡോക്ടർ എലിസബത്ത് സ്ട്രോങ് ആയിട്ടും ഓപ്പൺ ആയിട്ടും പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു നോക്ക് കേട്ടോ. ഇതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഞാൻ ഇത് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്നും അതുപോലെ തന്നെ ഇന്നെ വേറെ ആളുടെ മുന്നിൽ വെച്ചിട്ട്, അതായത് ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന സെർവന്റിന്റെ മുന്നിൽ വെച്ചിട്ട് എന്നോട് പല വൃത്തികേടുകളും ചെയ്യിപ്പിച്ചിട്ട് അന്ന് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ 3 ദിവസം കണ്ടിന്യൂസ്ലി സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ചു. ആരും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. 3ാമത്തെ ദിവസം ഇയാള് കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് കമ്മീഷണർ ആണോ എന്താണോ എന്ന് അറിയില്ല, അയാളുടെ ഫോൺ നമ്പറും എല്ലാ ഇതും എന്റെ പാരന്റ്സിന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മുനീർ എന്ന് പറഞ്ഞ പോലീസുകാരനും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെന്നൈയിലത്തെ പോലീസ് ഓഫീസറുടെയും പേര് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയണമായിരിക്കും. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വിളിച്ചത് മുനീർ എന്ന് പറഞ്ഞ പോലീസുകാരൻ തന്നെയാണ്. ആ മുനീർ എന്ന് പറഞ്ഞ പോലീസുകാരൻ തന്നെയാണ് ഞങ്ങളുടെ കല്യാണത്തിന് എവിടെ ദാസ് കോണ്ടിനെന്റിൽ നടന്ന കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നതും അയാൾ തന്നെയാണ്. അയാള് ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുള്ള ആളാണ്. ഇയാൾ വിളിച്ചിട്ട് ഇതൊക്കെ ഭീഷണിയുടെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് ഈ 2 പോലീസുകാരും പറഞ്ഞത് നിങ്ങളുടെ മോളിനെ വേഗം കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഇയാൾ ഇവിടെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കാര്യം കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയ? ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഡോക്ടർ എലിസബത്ത് പറയുന്നുണ്ടായിരുന്നു. ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാമായിരുന്നു ഇത് തന്നെ നടന്നിരുന്നേ. എങ്കിലും കാല് മസാജ് ചെയ്യാൻ പുള്ളിക്ക് സെർവൻ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടിലൊരു എന്താ പറയുക അടിമത്ത വ്യവസ്ഥ തന്നെ നിലവിലുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പണ്ടത്തെ രാജകുമാരൻ വല്ലതും ആണോ ഇത്? മസാജ് ചെയ്യാൻ വന്ന ആളുടെ മുന്നിൽ വെച്ച് എന്തൊക്കെയോ ചെയ്യണമെന്ന് ഈ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ഡോക്ടർ എലിസബത്തിനെ പ്രേരിപ്പിക്കുകയും അതിനെ തുടർന്ന് ഡോക്ടർ എലിസബത്ത് സൂയിസൈഡ് അറ്റംപ്റ്റ് 3 ദിവസങ്ങളിൽ തുടർച്ചയായി ചെയ്യാൻ നോക്കി. അപ്പോൾ ഈ ബാലനാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് പലപ്പോഴും തകർന്നു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു അമൃത വന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. കേട്ട് പലപ്പോഴും നമ്മൾ തളർന്നു പോകേണ്ടി വരും എന്ന് തോന്നുന്നു. കാരണം ആ ഒരു സാഹചര്യം ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുവാണെങ്കിൽ പോലും, ഞാൻ പറയാറില്ലേ, വിഷ്വലൈസ് ചെയ്ത് നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ഒരു പെൺകുട്ടിയോട് ഇവൻ ചെയ്യണമെങ്കിൽ
ഇത് ശരിക്കും സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന, അല്ലാതെ ഒരു സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഒരു സെർവന്റ് വന്ന് കാല് മസാജ് ചെയ്ത് പെട്ടെന്ന് പുള്ളിയുടെ ബ്രെയിനിലേക്ക് വന്നിട്ട് നീ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെയല്ല. ഈ പെൺകുട്ടിയെ ആ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പെൺകുട്ടികളും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഒരു പക്ഷേ ഇവളെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുമായിരിക്കും. എനിക്ക് അടുത്ത ഏരയെ കൊണ്ടുവരാം. അടുത്ത ഏരാന്നൊന്നും പറയുന്നില്ല, ചിലപ്പോൾ തോക്കില്ല ചേച്ചിയുടെ ഒരു ഇടപെടൽ ഇതിലൊക്കെ നടന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരത്തേക്ക് ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം ഇവരെ ഓടിക്കാൻ ശ്രമിച്ചതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതായത് ഓരോ പുതിയ കക്ഷികൾ വരും തോറും നിലവിലുണ്ടായിരുന്ന ആളുകളെ ഒഴിവാക്കി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് പുള്ളിക്കാരൻ ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് ആണ്. റിക്രൂട്ട്മെന്റും ജോലി കൊടുക്കലും ഒഴിവാക്കലും ഒക്കെ പുള്ളി സ്വന്തമായിട്ട് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ചില പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഭയന്ന് ഓടിപ്പോകും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെ ആയിരിക്കാം, സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നെ. അതായത് ഒരു പെൺകുട്ടി അവളുടെ ജീവിതം നശിച്ചു പോകണം എന്ന് വിചാരിച്ച് അവളെ അങ്ങേ അറ്റം മാനുഷിക പരിഗണന പോലും കൊടുക്കാത്ത രീതിയിൽ, അതായത് ഈ സെർവന്റിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർ ഏത് സാഹചര്യത്തിലായിരിക്കും ആ സമയങ്ങളിൽ അവിടെ നിൽക്കുന്നത്, എത്രമാത്രം മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 3 ദിവസം ഈ പെൺകുട്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്, അതങ്ങ് കളഞ്ഞാൽ പോരെയെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ ആ സാഹചര്യത്തെ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. കാരണം എല്ലാം ഇട്ടെറിഞ്ഞ് വന്നൊരു പെൺകുട്ടിയാണ്. ഡോക്ടർ എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടി വന്നിരുന്ന് പറയുന്നത് മുഴുവൻ അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച കുറെ ദുരന്തങ്ങളെ കുറിച്ചാണ്. അവൾ പെട്ടുപോയ അല്ലെങ്കിൽ അവളെ പിടിച്ചു വലിച്ചിട്ട ഒരു വലിയൊരു പടുകുഴിയിൽ നിന്ന് അവൾ രക്ഷപ്പെട്ട് വന്നിരുന്നതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ആ പറയുന്ന കാര്യങ്ങളൊക്കെ മലയാളികൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. ഇനി എലിസബത്ത് ഒന്ന് കെട്ടി അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതല്ലേ എന്നൊക്കെ കോക്കില ചേച്ചി ഇങ്ങോട്ട് വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ ആരും എലിസബത്തിനെ വെറുക്കാൻ പോകുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഡോക്ടർ എലിസബത്ത് ഉദയന്റെ ചാനലിൽ ആ ഒരു വീഡിയോ പോയി നിങ്ങൾ കാണുക, മുഴുവനായി കാണുക. എല്ലാ കാര്യങ്ങളെ കുറിച്ചും പൂർണ്ണ ബോധ്യമുണ്ടാകും. എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കുറെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിനപ്പുറത്തെ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് അവർ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 5ഉം 10ഉം കെട്ടിയിട്ട് നിയമപരമായിട്ട് വിവാഹം വേർപെടുത്തിയ ഒരു പെൺകൊച്ചിനെ കുറിച്ച് നീ ഒന്ന് കെട്ടിയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ പരിപാടി നടക്കത്തൊന്നുമില്ല. ആരും ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പോകരുത്. അതായത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം, ഒരു സ്ത്രീയെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയാൽ ഒരു സിമ്പതി കിട്ടും. അങ്ങനെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച 2 പെൺകുട്ടികൾ അദ്ദേഹം പാഴ് വസ്തുക്കളായി ചവിട്ടി തേച്ച് കളഞ്ഞ് നമ്മളൊക്കെ കണ്ടതാണ് അല്ലേ. അപ്പൊ ആ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. ഡോക്ടർ എലിസബത്ത് ഉദയനെ അമൃത സുരേഷ് എന്ന് പറയുന്ന പെൺകുട്ടിയെ, സത്യം പറഞ്ഞാൽ അമൃത സുരേഷിന്റെ പിതാവിനെ കുറിച്ച് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കാറുണ്ട് കേട്ടോ. കാരണം ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് കൈരളി ചാനലിൽ. ആ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത് അമൃത സുരേഷ്, അച്ഛൻ, ഇവരൊക്കെയായിരുന്നു. അപ്പം ഓഡിയൻസിന്റെ കൂട്ടത്തിൽ അഭിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ അച്ഛനും മകളുമായിരുന്നു. അന്ന് ആ അച്ഛൻ വിങ്ങിപ്പൊട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ മകളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് അവളുടെ ആ വിവാഹമായിരുന്നുവെന്ന്. അത് പറയുമ്പോൾ ഒരച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം തകർന്ന് സത്യം പറഞ്ഞാൽ ആയുസ് പോലും ഭൂമിയിൽ നിന്ന് പോയത് ആശ്വാസത്തോടെ ആയിരിക്കത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. സത്യം, അത്രമാത്രം ഒരു കുടുംബത്തെ തകർത്തിട്ട് അടുത്തൊരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയും തകർത്തിട്ട് അടുത്തൊരെണ്ണത്തിന്. എലിസബത്ത് ഉദയനെ സപ്പോർട്ട് ചെയ്യുക, അത് അമൃത സുരേഷ് ആണെങ്കിലും പാപ്പു ആണെങ്കിലും, ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളാണെന്ന് ഈ സത്യം. നമുക്കൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത അത്ര ക്രൂരമായിട്ടുള്ള പീഡനമുറകൾ ഈ പെൺകുട്ടികൾ അനുഭവിച്ചു എന്നുള്ളത് ഈ പകൽ പോലെ സത്യമാണ്. അപ്പോൾ സപ്പോർട്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.